ഒരു കാര്യം ചോദിക്കട്ടെ, അപമാനിക്കപ്പെട്ടെന്ന് തോന്നിയിട്ടും എത്ര തവണ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അത് സഹിച്ചിട്ടുണ്ട്? നിങ്ങളുടെ അതിർവരമ്പുകൾ ഓരോന്നായി മറ്റുള്ളവർ ലംഘിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ എത്ര തവണ നിങ്ങൾ തല കുനിച്ചിട്ടുണ്ട്? ഓഫീസുകളിലെ മീറ്റിങ്ങുകളിലാകാം, കുടുംബ കൂട്ടായ്മകളിലാകാം, വാട്സപ്പ് ഗ്രൂപ്പുകളിലാകാം, എന്തിന് സ്വന്തം വീട്ടിൽ പോലും നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ മലയാളികൾ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. അവർക്ക് വിഷമാകുമോ, സമൂഹം എന്ത് വിചാരിക്കും, അല്ലെ അവരെന്ത് വിചാരിക്കും? പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന ഈ മാന്യത ശരിക്കും നമ്മുടെ ആത്മാഭിമാനത്തെ കൊന്നുകൊണ്ടല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദേഷ്യത്തെക്കുറിച്ചല്ല, പ്രതികാരത്തെക്കുറിച്ചുമല്ല, അതിനേക്കാൾ കരുത്തുള്ള ഒന്നിനെ കുറിച്ചാണ്, നമ്മുടെ മാന്യതയെക്കുറിച്ച്, ഡിഗ്നിറ്റിയെക്കുറിച്ച്. ഈ വീഡിയോയുടെ അവസാനം ഒരാൾ നമ്മളെ ബഹുമാനിക്കാതിരുന്നാൽ എങ്ങനെ അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും അത് കൈകാര്യം ചെയ്യാമെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. നമ്മുടെ നിലവാരം കളയാതെ തന്നെ എങ്ങനെ മറുപടി നൽകാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഇതിൽ പറയാൻ പോകുന്ന പോയിന്റുകളിൽ ചിലത് നിങ്ങൾ ഇന്ന് കൂടി അനുഭവിച്ചിട്ടുണ്ടാവാം. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. ഇതിന് വേണമെങ്കിൽ നമുക്ക് നിശബ്ദതയുടെ പവർ എന്ന് വിളിക്കാം. ഇതിൽ ദേഷ്യമില്ല, അനാവശ്യമായ ബഹളങ്ങളില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഓഫീസിൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നവർ, കൂട്ടുകാർ സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ സംസാരം തടസ്സപ്പെടുത്തുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും നമ്മുടെ വെയിറ്റിനെക്കുറിച്ചും നിറത്തെക്കുറിച്ചുമൊക്കെ തമാശ എന്ന പേരിൽ കുത്തി സംസാരിക്കുന്ന ബന്ധുക്കൾ. ഇവർ നിങ്ങളിൽ നിന്ന് ഒരേ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഒരു റിയാക്ഷൻ. നിങ്ങൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്താൽ അവിടെ അവർ ജയിച്ചു. അതുകൊണ്ട് ഇനി മുതൽ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കാൻ നോക്കിയാൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. പെട്ടെന്ന് മറുപടി കൊടുക്കണ്ട, പകരം ഒന്ന് നിർത്തിയിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. ദേഷ്യപ്പെടേണ്ട, ഒന്ന് ചിരിക്കുക പോലും വേണ്ട, വെറുതെ ഒരു 5 സെക്കൻഡ് ആ മുഖത്തേക്ക് നോക്കി നിൽക്കുക. ആ 5 സെക്കൻഡിൽ നിശബ്ദത ഉണ്ടല്ലോ, അത് നിങ്ങൾ നിലവിളിക്കുന്നതിനേക്കാൾ ഉറക്കെ സംസാരിക്കും. മറ്റുള്ളവരെ ഒതുക്കാൻ നോക്കുന്നവർ എപ്പോഴും നിങ്ങളുടെ വൈകാരികമായ പ്രതികരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അത് കൊടുക്കാതെ വരുമ്പോൾ അവർക്ക് തന്നെ ഒരു വല്ലാത്ത പേടി തോന്നും. നിങ്ങൾക്ക് അവിടെ വലിയ ഡയലോഗുകളുടെയോ തർക്കങ്ങളുടെയോ ആവശ്യമില്ല. നിങ്ങളുടെ ആ നിശബ്ദത മാത്രം മതി ഈ ഒരു കാര്യം പറയാൻ. നീ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നിന്റെ ഈ കളിയിൽ ഞാൻ വീഴില്ല. വിശ്വസിക്കൂ, ആ ഒരു നോട്ടം അവരെ ശരിക്കും അസ്വസ്ഥരാക്കും. അത് തന്നെയാണ് നിങ്ങളുടെ വിജയവും. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഒരാൾ നമ്മളെ കളിയാക്കുമ്പോഴോ അല്ലെങ്കിൽ അപമാനിക്കുമ്പോഴോ തിരിച്ചൊന്നും മിണ്ടിയില്ലെങ്കിൽ നമ്മൾ തോറ്റുപോയി എന്നാണ്. അവൻ പേടിച്ചിട്ടൊന്നും മിണ്ടാത്തതെന്ന് മറ്റുള്ളവർ പറയുമോ എന്ന് നമ്മൾ പേടിക്കാറുണ്ട്. പക്ഷെ സത്യം അതല്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു നിശബ്ദത ഉണ്ടല്ലോ, അതൊരു പവറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് ചിലർ നിങ്ങളെ വെറുതെ ചൊറിയാൻ വരുന്നത്? കാരണം അവർക്ക് നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ കാണണം. നിങ്ങൾ അവിടെ നിന്ന് വിശദീകരണം കൊടുക്കാനും ദേഷ്യപ്പെടാനും സങ്കടപ്പെടാനും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജിയിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. അവിടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമ്പോൾ അവരൊരുക്കി വെച്ച ആ ഒരു വലിയ സ്റ്റേജാണ് നിങ്ങൾ തകർക്കുന്നത്. അവർക്ക് കളിക്കാൻ നിങ്ങൾ അവിടെ ഒരു ഗ്രൗണ്ട് കൊടുക്കുന്നില്ല. നമ്മൾ കേട്ടിട്ടില്ലേ, മിണ്ടാതിരിക്കുന്നതാണ് പലപ്പോഴും ഏറ്റവും വലിയ മറുപടി എന്ന്. അത് പേടികൊണ്ടല്ല, മറിച്ച് അനാവശ്യമായ തർക്കങ്ങളിലേക്കാൾ നമ്മൾ നമ്മുടെ സമാധാനത്തിന് വില കൊടുക്കുന്നതുകൊണ്ടാണ്. മണ്ടന്മാരോട് തർക്കിക്കാൻ നിൽക്കാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധി. ആ ചങ്കൂറ്റമാണ് യഥാർത്ഥ കരുത്ത്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ തോൽക്കുന്നത് നിങ്ങളല്ല, മറിച്ച് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വന്ന ആ വ്യക്തിയാണ്. മൂന്നാമത്തെ പോയിന്റാണ്, എല്ലാവർക്കും മറുപടി കൊടുക്കാൻ നിൽക്കരുത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും നല്ലോണം കൊള്ളും, പക്ഷെ ഇതൊരു സത്യമാണ്. നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നമാണിത്. നീ എന്തിനാ ജോലി കളഞ്ഞത്? എന്ത് കല്യാണമൊന്നും ശരിയായില്ലേ? കല്യാണം കഴിച്ചവരാണെങ്കിൽ കുട്ടികളായില്ലേ ഇതുവരെ? നീ അല്ലാതെ ബിസിനസ്സൊക്കെ തുടങ്ങുമോ? എന്തിനാ ഗൾഫിൽ പോയത്? എന്താ തിരിച്ചു പോകുന്നത്? ഇങ്ങനെ ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരിക്കും അല്ലേ? എന്നാൽ കേട്ടോളൂ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇവരോടൊന്നും വിശദീകരിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കില്ല. ചില സമയങ്ങളിൽ ഏറ്റവും പവർഫുള്ളായ മറുപടി ഇതാണ്, കാരണം അതെൻ്റെ തീരുമാനമാണ്. അത്രയേ ഉള്ളൂ, അവിടെ തീർന്നു. ആത്മവിശ്വാസമുള്ളവർ ഒരിക്കലും വെറുതെ ഇരുന്ന് ന്യായീകരിക്കില്ല. നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ നിൽക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് അവസരം നൽകുകയാണ്. നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ഇലക്ഷനൊന്നുമല്ല. നിങ്ങളുടെ കല്യാണമോ ജീവിതമോ കുട്ടികൾ ഉണ്ടാവുന്നതോ ഒന്നും ഒരു കമ്മ്യൂണിറ്റി പ്രൊജക്റ്റും അല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആരുടെയും അപ്രൂവലിൻ്റെ ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ഓരോന്നിനും മറുപടി കൊടുക്കുന്ന എപ്പോൾ നിർത്തുന്നോ അന്ന് മുതൽ ആളുകൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. കാരണം അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാകും, ഇവൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇവരുടേതാണ്, നമുക്കതിലൊരു കാര്യമില്ല. ഇനി പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ കുറച്ച് കടുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും അൺലിമിറ്റഡ് എൻട്രി കൊടുക്കരുത്. ചിലരുണ്ട്, അവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സമാധാനം മൊത്തം പോകും. എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുക, കളിയാക്കി സംസാരിക്കുക, വേറെ ആരെങ്കിലുമായി നമ്മളെ താരതമ്യം ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ സ്വയം പറയും, സാരല്ലേ, അവർ നമ്മളെ ബാക്കിയല്ലേ, അല്ലെ കുടുംബമല്ലേ, വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്നൊക്കെ. പക്ഷെ ഒന്ന് കേട്ടോളൂ, ഒരാളെ പണ്ട് തൊട്ടേ അറിയാമെന്നുള്ളത് അയാൾക്ക് നിങ്ങളെപ്പോഴും അപമാനിക്കാനുള്ള ഒരു കോൺട്രാക്റ്റ് ഒന്നുമല്ല.
ഒരാൾ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവരിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ജാടയല്ല, അത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്. അവരോട് പോയി വഴക്കിടാനോ ഇനി മുതൽ നിന്നോട് മിണ്ടില്ല എന്ന് അനൗൺസ് ചെയ്ത് നടക്കാനോ ഒന്നും നിൽക്കണ്ട. പകരം പതുക്കെ അവരുമായുള്ള അടുപ്പം കുറയ്ക്കുക. കുറച്ച് സമയം മാത്രം അവർക്കായി മാറ്റിവെക്കുക. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ അധികം പങ്കുവെക്കാതിരിക്കുക. അനാവശ്യമായ അടുപ്പം കുറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലെ സമാധാനം ഓട്ടോമാറ്റിക്കായിട്ട് കൂടി തുടങ്ങും. ചില സമയങ്ങളിൽ നമ്മൾ വളരണമെങ്കിൽ ചിലരിൽ നിന്ന് കുറച്ച് ദൂരം പാലിച്ചേ പറ്റും. അതിലൊരു തെറ്റുമില്ല. നമുക്ക് 5ാമത്തെ കാര്യത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചാണ്. സത്യം പറയാൻ നമ്മുടെ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം കോൺഫിഡൻസ് ആണെന്ന്. ആരെങ്കിലും നമ്മളൊന്ന് താഴ്ത്തി കെട്ടാൻ നോക്കുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക? നമ്മൾ അറിയാതെ തന്നെ ഒന്ന് കൂനിപ്പോകും, തോളുകൾ താഴും, അവരുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പേടി തോന്നും, നമ്മുടെ ശബ്ദം പോലും പതുക്കെയായി പോകും. സത്യം പറഞ്ഞാൽ അവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, നമ്മളൊന്ന് പതറിപ്പോകുന്നത് കാണാൻ. ഇനി ആരെങ്കിലും നിങ്ങളൊന്ന് ഒതുക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കും. ഒന്ന് നേരെ നിൽക്കുക, തോളുകൾ വിരിച്ച് തലൽപ്പം ഉയർത്തിപ്പിടിച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുക. ഇത് അഹങ്കാരമല്ല, മറിച്ച് എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ ഉറപ്പാണ്. നമ്മൾ തകർക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ ഒന്ന് പതറാതെ കൂസാതെ നിൽക്കുന്നതിനേക്കാൾ വലിയൊരു മറുപടി വേറെയില്ല. നിങ്ങളൊരു മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതെൻ്റെ കൂടി ഇടമാണ് എന്നൊരു ഉറപ്പോട് കൂടി നടന്നു നോക്കൂ. ആളുകൾ നിങ്ങൾ കാണുന്ന രീതി തന്നെ അപ്പം മാറും. ഓർത്ത് വെച്ചോളൂ, ആത്മാഭിമാനം എന്ന് പറയുന്നത് അല്ലറി വിളിച്ച് പറയേണ്ട ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തതയാണ്. ആർക്കും തകർക്കാൻ പറ്റാത്ത ആ ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ ആരും നിങ്ങളെ കളിയാക്കാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഇതാണ് ഇതിൻ്റെയൊക്കെ ശരിക്കുള്ള അവസ്ഥ. നമ്മളെ പുച്ഛിക്കുന്നവരും ബഹുമാനിക്കാത്തവരും ഈ ലോകത്തു നിന്ന് ഒരിക്കലും അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല, അല്ലേ? ഓഫീസിലെ പാരവെപ്പും പൊളിറ്റിക്സും പിന്നെ നാട്ടുകാരുടെ കുറ്റം പറച്ചിലും കുടുംബക്കാരുടെ ഉപദേശമൊക്കെ എന്നും ഇവിടെ കാണും. അതൊന്നും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഇവരെയൊക്കെ വിചാരിച്ചാൽ നമ്മുടെ സമാധാനം കളയാൻ നമ്മൾ സമ്മതിക്കണം? നമ്മുടെ മൂഡ് ഓഫാക്കാൻ ഇവർക്കൊക്കെ നമ്മൾ ലൈസൻസ് കൊടുക്കണം? മറ്റുള്ളവരുടെ അംഗീകാരത്തിന് അല്ലെങ്കിൽ വാലിഡേഷന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നത് എന്താണ് നിർത്തുന്നത്? അത് നിങ്ങൾ ശരിക്കൊരു ഒരു പുലിയാകും. കാരണം പിന്നീട് നിങ്ങൾ വെറുതെ ഓരോന്നിനും റിയാക്ട് ചെയ്യില്ല. ആർക്കും ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ കൊടുക്കാൻ നിങ്ങൾ നിൽക്കില്ല. ആരുടെയും കൈയടിക്ക് വേണ്ടി നിങ്ങൾ നടക്കില്ല. നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരിടത്തും നിങ്ങൾ ഒരു നിമിഷം പോലും നിൽക്കില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ സമാധാനം തിരഞ്ഞെടുക്കും. ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ഓർക്കുക, നിങ്ങളുടെ വില നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ നിങ്ങളുടെ ചുറ്റുമുള്ളവരല്ല. അപ്പോൾ ഇനി മുതൽ ആരും നിങ്ങളുടെ ആത്മാഭിമാനത്തെ തൊട്ട് കളിക്കാൻ സമ്മതിക്കരുത്. തല ഉയർത്തി നിൽക്കുക. സത്യം പറഞ്ഞാൽ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ചെറുതായി നിൽക്കാനുള്ളതല്ല. നമ്മൾ ജനിച്ചത് എപ്പോഴും നമ്മുടെ ഭാഗം ന്യായീകരിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചുകൂടി കംഫർട്ടബിൾ ആകാൻ വേണ്ടി നമ്മൾ ഒതുങ്ങിക്കൂടി ജീവിക്കാനും വേണ്ടിയല്ല. നമ്മളെ ബഹുമാനിക്കാത്തവർക്ക് വേണ്ടി കൈയടിച്ചു കൊടുക്കാനും നമ്മളാരുടെയും അടിമകളുമല്ല. ബഹുമാനം എന്നത് ആദ്യം തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നിങ്ങളെ തന്നെ ആത്മാർത്ഥമായി ബഹുമാനിക്കാൻ തുടങ്ങിയാൽ അത് പിന്നെ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരില്ല. നിങ്ങളുടെ ആ നിൽപ്പിൽ നടത്തലും അതെല്ലാവർക്കും ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ വില കുറച്ച് കാണുന്നവരുണ്ടോ? സാരമില്ല, അവർ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും. അവരങ്ങ് വിട്ടേക്കുക. നമ്മുടെ എനർജി വലിയ വിലകളാണ്. അത് ആർക്കും വെറുതെ വിട്ടുകൊടുക്കരുത്. തലയുയർത്തി നിൽക്കുക. കുറച്ച് മാത്രം സംസാരിക്കുക, പക്ഷെ പറയുന്ന കാര്യത്തിന് നല്ല ഉറപ്പും വ്യക്തതയും ഉണ്ടാവണം. ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു മുറിയിൽ ഏറ്റവും ശാന്തനായിരിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളായിരിക്കും പലപ്പോഴും അവിടുത്തെ ഏറ്റവും പവർഫുള്ളായ ആൾ. ആ ശാന്തതയാണ് നമ്മുടെ പവർ. അതുകൊണ്ട് ആരെങ്കിലും ചൊറിയാൻ വന്നാൽ പതറണ്ട, സിമ്പിളായിട്ട് നിൽക്കുക, തല ഉയർത്തി പിടിച്ചിട്ട് നിൽക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ താഴെ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.